ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു അടിപൊളി ഡേ ആണ് കേട്ടോ. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ ഹൗത്തിലെ ക്ലിഫ് കാണാൻ വേണ്ടി നമ്മൾ പോയിരുന്നില്ലേ. അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു ആക്ച്വലി മാലഹൈൽ ബീച്ചിൽ പോകണം അല്ലെങ്കിൽ കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അന്ന് അതെന്തുകൊണ്ടോ നടന്നില്ല. അന്ന് ആക്ച്വലി കുറച്ച് എന്താ പറയുക ബിസി ദിവസമൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്ന് അതിനൊരു അവസരം വന്നേക്കണം. അപ്പോൾ ഇന്നൊരു ലീവുള്ള ദിവസമാണ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്ന മാലഹൈഡ് ബീച്ചിലേക്കാണ്. ഇപ്പം മാലഹാഡ് ബീച്ചിൻ്റെ കുറേ കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കുവാണ്. നമ്മുടെ ട്രെയിന് ഇപ്പോൾ ഒരു ഹോത്തിലേക്കുള്ള ട്രെയിൻ പോയി, പക്ഷേ നമുക്ക് അതിന് പോയാൽ പറ്റത്തില്ല. കാരണം ഇൻ്റർചേഞ്ച് ഉണ്ട്. നമ്മൾ ഹോത്തിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് തൊട്ട് മുമ്പത്തെ സ്റ്റേഷനിൽ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് വേണം മാലഹാഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ആ ട്രെയിൻ ഒരു കുറച്ച് സമയം കൊണ്ട് വരുമെന്ന് തോന്നുന്നു. കണ്ടോ ഇവിടെ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലുള്ള കൂട്ട് സൈസ് ഒരു പൂവാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ആണ്. നമ്മൾ ഉടനെ തന്നെ അങ്ങോട്ട് പോകുന്നതായിരിക്കും. അവിടുത്തെ കാഴ്ചകളായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്. എല്ലാവരും കാണണം, മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റും ലൈക്സും ഒക്കെ തന്നിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കും കേട്ടോ. അതുപോലെ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ മീൻസ് ഡബ്ലിൻ കൾച്ചറൽ പ്രോഗ്രാം കണക്ട് 2024 എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ ഞാൻ ചെറുതായിട്ട് പെർഫോം ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണാൻ മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. മാലഹാഡ് വന്നു. മാലഹാഡിൽ നമ്മൾ സ്ട്രീറ്റ്സിലൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അടിപൊളി സ്ട്രീറ്റ്സൊക്കെയാണ്, സെറ്റപ്പാണ്, പൊളിയാണ്. ഒരുപാട് വൈബുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ള ഒരു സ്ട്രീറ്റാണ്.
So part of Malahide area is actually. So I just got out of the train station, and they said actually you have to walk at least 1.5 kilometers or something. So it's not the correct Malahide beach area. So but നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ. So I'm just looking at everywhere. ഈ വഴിക്ക് ഇങ്ങോട്ട് പോകാനൊരു പാത്ത് വേ ഒക്കെ ഉണ്ട് ഇവിടെ. അടിപൊളിയാണ്. സോ ലൈക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയാലും നമ്മൾക്ക് ബീച്ചിലേക്ക് എത്താമെന്ന് തോന്നുന്നു. സോ ഞാനപ്പോൾ അവിടെ നിന്ന് ട്രെയിൻ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് ഒരു കുറച്ച് മുന്നോട്ട് വന്ന് ഇപ്പോൾ ഇടത് സൈഡിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിക്ക് ഇറങ്ങിയിട്ടാണ് ഇപ്പം ഈ ഒരു പാത്ത് വേ കണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നിങ്ങളെ. ഈ പാത്ത് വേ എനിക്ക് തോന്നുന്നു കുറേ അങ്ങ് സ്ട്രെച്ച് നമുക്ക് കാണാം. കടൽ ഓൾറെഡി ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇതിങ്ങനെ വാട്ടർ കയറി കിടക്കുന്ന ഒരിടമാണ്. ആ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കടൽ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ വഴിക്ക് പോയാലും we can reach our destination. Quite an interesting place here too. Like most of all these areas are like connected with the sea and the water, and wherever we go, like we can feel the same kind of locations, and we can see the same kind of areas where they have like a lot of yachts and the piers and stuff like that. So I think that is kind of a usual thing for Island Arakan. ഇപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു കണ്ടില്ല, അത് ഈ കാണുന്നത് നമ്മുടെ ഗ്രാൻഡ് ഹോട്ടലാണ്. വാട്ടർ ഫ്രണ്ട് ഏരിയ ആക്ച്വലി അടിപൊളിയായിട്ട് ഹോട്ടലിലൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു ഹോട്ടലാണ്. അതുപോലെ തന്നെ കോസ്റ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് വിച്ച് ഇസ് വെരി ഫേമസ് ആക്ച്വലി. സോ അതും നമുക്ക് കാണാൻ പറ്റും. സോ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഐലൻഡിൽ എവിടെ ചെന്നാലും കാണാനൊരു ഇന്ന കാഴ്ചകളുള്ളൊരു പ്ലേസാണ്. നമുക്കിഷ്ടമുണ്ട് അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ളതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് ഇഷ്ടം പോലെ കാണാൻ ഇടമുണ്ട്. നമുക്കതിന് താല്പര്യവും അതിനുള്ളൊരു സമയം കണ്ടെത്താനുള്ള ഒരു കാര്യങ്ങളൊക്കെ അതാണ്. പിന്നെ മോസ്റ്റ് ഓഫ് ഓൾ ദ ടൈം നമുക്കറിയാമല്ലോ ഇവിടുത്തെ ക്ലൈമറ്റ് ക്വയറ്റ് ചലഞ്ചിങ് ആണ്. ചില സമയങ്ങളിൽ നമുക്ക് അൺപ്രഡിക്റ്റഡ് ആയിരിക്കും. എല്ലാം റെയിനും അല്ലെങ്കിൽ വെയിലും ഒരു ഡ്രസ്സിലിംഗ് ഉള്ള ദിവസമൊക്കെ പല ദിവസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു താല്പര്യത്തെ ആസ്പദമാക്കിയിരിക്കും. നമ്മുടെ അപ്പച്ചനെ കണ്ട് വഴി ചോദിച്ച സമയത്ത് അപ്പച്ചൻ പറഞ്ഞു ആ ട്രെയിൻ സ്റ്റേഷൻ ഇറങ്ങിയിട്ടുള്ള അവിടെ നേരിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബീച്ചിലേക്ക് എത്താമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ആ വഴിയല്ല പിടിച്ചത്, ഞാൻ വേറൊരു വഴി പിടിച്ചത്. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെയുള്ള ഈ വെള്ള പൂക്കളുടെ സമയമാണ്, സ്പ്രിംഗ് സീസണാണല്ലൊക്കെ എല്ലായിടത്തും ഉണ്ട്. അടിപൊളിയാണ്, നല്ല പൊളിയാണ് കാണാനൊക്കെ. എല്ലായിടത്തും നോക്കിയാലും നമുക്ക് പൂക്കൾ കാണാൻ പറ്റിയൊരു സമയമാണ്. അതുപോലെ തന്നെ മരങ്ങൾക്കൊക്കെ ഇലയൊക്കെ ഉണ്ടായി തുടങ്ങി. ഞാൻ വന്ന സമയത്തൊക്കെ ഒറ്റ മരത്തിന് ഇലയില്ലായിരുന്നു, എല്ലാത്തിനും ഇങ്ങനെ ഇലയില്ലാത്ത രീതിയിൽ ശുഷ്കിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മരങ്ങളും തന്നെ ഇലയായി, പൂക്കളൊക്കെ ഇഷ്ടം പോലെ ആയിട്ടുണ്ട്. സോ അടിപൊളിയാണ്, കണ്ടില്ലേ മൊത്തം. ഇപ്പോൾ നമ്മൾ വന്ന ഏരിയയുടെ ഏകദേശം ഒരു ലോങ് ലുക്കാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. കാണാൻ പോലെ ഇപ്പോൾ നിറയെ പൂക്കളൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പുൽത്തകടി കണ്ടു. മീൻസ് ആ വഴിക്കൂടെ ആൾക്കാർ ഓടുന്നൊക്കെയുണ്ട്, ജോഗിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നി ഇങ്ങോട്ടൊന്നും മാറിയാലെന്ന്. അപ്പോൾ റോട്ടിൽ കൂടെ നടന്നു പോകാതെ നമ്മളിങ്ങോട്ട് കയറി. ബീച്ചാണെന്ന് തോന്നുന്നത് കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കേ എന്നാ പൊളി ലുക്കാണല്ലേ, നല്ല അന്തരീക്ഷം. ഒരു വേസ്റ്റ് പോലും കാണാനില്ല കേട്ടോ, എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റ്. നമ്മൾ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വലിച്ചെറിയുന്നത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ വരുമ്പോഴാണ് നമ്മളതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും അതിൻ്റെ ഒരു ബ്യൂട്ടി ഒക്കെ നമ്മൾ കാണുന്നതും അറിയുന്നതൊക്കെ. ഓക്കെ, കണ്ടില്ലേ ഈ ഏരിയ മൊത്തം ഞാൻ ആദ്യം പറഞ്ഞ പോലെയുള്ള ആ ഒരു വൈറ്റ് കളറുള്ള ഫ്ലവേഴ്സാണ്. ഇപ്പം നമുക്ക് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും കാണാം. ഇപ്പോൾ ഈ പുറകിൽ കാണുന്ന ഒരു ഏരിയ ആണ് ആക്ച്വലി ബീച്ചിൻ്റെ ഒരു ഏരിയ. എനിക്ക് തോന്നുന്നു ഈ ഒരു ട്രാക്ക് കൂടുതലും ആളുകൾ ഈ ജോഗിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കണമെന്ന് തോന്നുന്നു. ഒരുപാട് കാറുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം. അപ്പം ഏകദേശം നമ്മുടെ ബീച്ച് അടുക്കാറായിട്ടുണ്ട്. പൊളിയാണ്, പൊളിയേ, നല്ല രസമാണ്. ഞാൻ കാണിച്ചു തരാം. കാറുകളൊക്കെ ഇഷ്ടം പോലെ വന്ന് കിടപ്പുണ്ട്. അതുപോലെ തന്നെ അപ്പുറം നമ്മൾക്ക് ഓരോ സൈൻസും സിഗ്നൽസൊക്കെ കാണാം. സോ ദാറ്റ് മീൻസ് നമ്മുടെ ബീച്ച് അടുക്കാറായി.
ഇതിവിടുത്തെ പാർക്കിംഗ് ലോട്ടാണ്. ഒരുപാട് കാറുകളൊക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പം ഇവിടുന്ന് ആ സൈഡിലേക്ക് പോകണമെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റിയത്, അതുപോലെ തന്നെ സ്വിമ്മിങ് ഒക്കെ ചെയ്യാൻ പറ്റിയുള്ള ബീച്ച് മാലഹായുടെ ബീച്ചാണ്. ഇത് ഇവിടെ സിഗ്നലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഓക്കെ, എന്താണ് എഴുതി വെച്ചേക്കണം അല്ലെങ്കിൽ കൊടുത്തേക്കണം നോക്കിയിട്ട് വരാം. മാലഹൈഡ് ബീച്ച്. ഇത് ആക്ച്വലി ഫിങ്കൽ കൗണ്ടി കൗൺസിലിൻ്റെ കീഴിൽ വരുന്നൊരു ഇടമാണ്. വാട്ടർ ക്വാളിറ്റി ഇൻ ദിസ് ബീച്ച്, യൂറോപ്യൻ യൂണിയൻ സെറ്റ് സ്റ്റാൻഡേർഡ് ഫോർ ദ ക്വാളിറ്റി ഓഫ് ബാത്തിങ് വാട്ടർ ഇൻ മെമ്പർ സ്റ്റേറ്റ്സ്. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻഫർമേഷനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ കുറേ ഇൻഫർമേഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ഒരു ഇത് കാണാം. 2012 സ്പോൺസർഡ് ബൈ കൊക്കക്കോള, മാലഹായ്ഡ് ആൻഡ് ഗ്രാൻഡ് കോസ്റ്റ്. സോ ദാറ്റ്സ് ആക്ച്വലി ഐറിഷാണ് എഴുതിയിരിക്കുന്നത്. ഐറിഷ്. ഇവിടെ ഒരു ചുമ്മാ ഒരു ബാക്ക് വാട്ടർ പോലെ ജസ്റ്റ് ഇങ്ങനെ കയറി കിടക്കുന്ന ഒരു ഇടമാണ്. വാട്ടർ കയറി കിടക്കുന്ന ഒരു ഇടമാണ്. കണ്ടോ, നമ്മളത് അവിടെ നിന്നാണ് നടന്നു വന്നത്. മീൻസ് ആ കാണുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ നടന്ന് ഇങ്ങോട്ട് വന്നത്. സോ ബീച്ചിൻ്റെ ഒരേ ഭാഗങ്ങളാണ്. കുറച്ച് നടക്കാൻ പറ്റിയ സ്ഥലമുണ്ട്. അതുകൂടാതെ ഇടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഐലൻഡ് പോലെ ഇങ്ങനെ രൂപപ്പെട്ടൊക്കെ കാണുന്നുണ്ടോ. ഇതൊരു തിട്ടയാണ്. അപ്പോൾ അതിൻ്റെ സറൗണ്ടഡ് ആക്ച്വലി വാട്ടർ ഉണ്ട് കുറേ ഏരിയാസ്. നമുക്ക് അവിടെ നടന്നു പോകാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആളുകളൊക്കെ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. ഈ ഒരു ടൗണിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, കുറച്ച് വാട്ടർ ഫ്രണ്ടഡ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്രോപ്പർട്ടീസൊക്കെ കാണാൻ പറ്റും. ഓക്കെ, എനിക്ക് തോന്നുന്നു സ്വിം ചെയ്യാൻ പറ്റിയ ഏരിയ ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ ചിലയിടത്തൊക്കെ സ്വിമ്മിങ് അലൗഡ് അല്ല എഴുതി വെച്ചിട്ടുണ്ട്. കണ്ട് ബീച്ചിലേക്ക് ഇറങ്ങുന്നൊരു ഭാഗമാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. വരാത്തതുകൊണ്ട് നമുക്ക് ഇത്ര അറിയത്തില്ല. ഇപ്പം ഞാൻ സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന ബീച്ചിൽ ആണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഇങ്ങനെ കാണാം ഓപ്പൺ സ്പേസസ് ഒത്തിരി. അതെ അതെ, ഒത്തിരി വലിയ ബീച്ചൊന്നുമല്ല കേട്ടോ, കുഞ്ഞു ബീച്ചാണ്. വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒന്നുമില്ല. പാരാഗ്ലൈഡിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ പാരാസെയിലിങ്ങോ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നോർമൽ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റിയ ഒരു ബീച്ച്, അത്രയേ ഉള്ളൂ. ഒത്തിരി വലിയ ഒരു ബീച്ച് ഏരിയ ഒന്നുമല്ല, ഒരു ചെറിയ രീതിയിലുള്ളൊരു സ്പേസാണ്. അപ്പുറത്തേക്കൊക്കെ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നുള്ളത് ഭയങ്കര ടൈഡ്സിന് കറണ്ട് കൂടുതലാണെന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെ കാണാനില്ല. നോർമലായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് എല്ലായിടത്തും. ബീച്ചിൻ്റെ ഒരു ഏരിയ ആണിത്. കുറച്ച് പേരൊക്കെ ഉണ്ട്, കുറച്ച് പേര് ആളുകളൊക്കെ അവിടെ ഇവിടെ ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ ഇതൊക്കെയുണ്ട്, പട്ടിനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ സ്വിമ്മിംഗ് ഒന്നും ആയിരുന്നില്ല ഇല്ല. പിന്നെ ഇന്നാണേലും കുറച്ച് പേർക്കൊക്കെ വർക്കിംഗ് ഡേ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ. പൊളിയാണ് ഇത്. സേഫാണ് എനിക്ക് തോന്നുന്നു സാധാരണ ബീച്ചുകളെ അപേക്ഷിച്ച്. ഇപ്പം ഞാൻ ഇന്നാൾ പോയ ആ ബീച്ചുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ബീച്ച് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സേഫായാണ് കണ്ടിട്ട്. ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ കണ്ടിട്ട് നല്ലതായിട്ടുണ്ട്. ഇതേ കാണുന്ന ആ ഒരു മല പോലെ കാണുന്നത് കണ്ടോ, എനിക്ക് തോന്നുന്നു അത് ഹോത്തിൻ്റെ ഏരിയ എന്ന് തോന്നുന്നു. നമ്മളന്ന് അല്ല, ഹോത്തിൻ്റെ ഏരിയ ആണോ കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ സ്ഥലം ഏതാണെന്നുള്ള കാര്യം. കണ്ടിട്ട് അതുപോലെ ഒരു തോന്നി, മല പോലെയുള്ള സ്ഥലമല്ലേ അത്. ഹോത്ത് സാധാരണ അങ്ങനെ ഒരു പൊക്കമുള്ള ഏരിയ ആണ്, പക്ഷെ അതെല്ലാം തോന്നുന്നു. അപ്പം ഒരുപാട് പ്രതീക്ഷയോടെ വന്നായിരുന്നു നമ്മുടെ മാലഹായുടെ ബീച്ച് കാണാനായിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെ പറയത്തക്ക വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വലിയ ഫാക്ടർ കാര്യമൊന്നുമില്ല കേട്ടോ. സോ ഒരു കാര്യമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കൊച്ചിയൊക്കെ നമ്മൾ അടിപൊളി ബീച്ചല്ലേ, ഇതിലും നല്ല അടിപൊളി ബീച്ചാണ് കൊച്ചി. പക്ഷേ ഇവിടെ അത്ര വലിയ കാര്യങ്ങൾ കാണാനോ കാര്യങ്ങളൊന്നുമില്ല. സോ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഐ എം ഹെഡിങ് ബാക്ക്. ടൈം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമായിരുന്നു. പോയിങ്ങളൊന്നും ആലോചിക്കുക. മീൻസ് സിറ്റിയിൽ പോയിട്ട് ഇതിലും നല്ല സിറ്റി കാണാനുണ്ട് കുറേ കാര്യങ്ങൾ. ഓക്കെ, എന്തായാലും ഇവിടെ വരെ വന്നാൽ അപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോകട്ടെ. അപ്പോൾ അതുകൊണ്ട് ഒരു ഐസ്ക്രീം മേടിച്ച് കഴിക്കാൻ പോകണം കേട്ടോ.
ഓക്കെ, അപ്പോൾ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് മറ്റേ ആ ഒരു കുഞ്ഞിയ ഒരു പാത്ത് വേയിലൂടെയായിരുന്നു വന്നത്. അപ്പം ഇവിടെ ഇപ്പം കുറച്ച് മാറിയിട്ടാണ് വന്നത്. നമ്മൾ റോഡിൽ കൂടെ തന്നെ നടക്കാമെന്ന് വെച്ചു. ആളുകൾ ടെന്നീസൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ടെന്നീസ് കോർട്ട് ഉണ്ടല്ലേ, ടെന്നീസ് കോർട്ട്. നല്ല റിച്ച് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഇവിടെയൊക്കെ വീടൊക്കെ 2 ലിറ്ററിനെങ്കിൽ കൊടുക്കുന്നത് പൈസ ആയിരിക്കും. കാരണം വാട്ടർ ഫ്രണ്ട് ഏരിയ ആയതുകൊണ്ട് കൊടുക്കുന്നത് ചാർജ് ആയിരിക്കും. നല്ല രസമാണ് സ്ട്രീറ്റ്സൊക്കെ കാണാൻ. മലഹൈഡ് ടൗണിൻ്റെ ഏകദേശം ഒരു ഓവറോൾ ലുക്കാണ് കേട്ടോ. ഈ ഒരു ഏരിയ ആണ് തുടങ്ങുന്നത്. ഈ ഭാഗത്ത് നിന്ന് വരുമ്പോൾ സിറ്റി തുടങ്ങുന്നത്. ആ കാണുന്ന ചർച്ചിൽ നമ്മൾ ആദ്യം കയറിയത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ എല്ലാം പൂട്ടിയിട്ടേക്കും. എനിക്ക് തോന്നുന്നു സമയമായില്ല. അപ്പം ഈ ടൈമിൽ കാണിക്കത്തില്ല, എല്ലാം പൂട്ടിയിട്ടേക്കും. ആൾക്കാർ ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ട് പോകണത് ഇതിന് ഭ്രാന്താണോ എന്നുള്ളത് എല്ലാവരും കമൻറ്റ് പറയുന്നുണ്ട്. വണ്ടിക്കകത്തിരുന്നുണ്ട് ഒരു ഊളച്ചിരി. ടു കെയേഴ്സല്ലേ ഇപ്പോൾ ആര് കെയർ ചെയ്യുന്നതൊക്കെ ചോദിച്ചാൽ അവർ ഫ്രീഡം, നമ്മുടെ ഫ്രീഡം അല്ലേ, പിടിക്കണമെന്ന് പറയും. ഇവിടെ പിന്നെ അങ്ങനെ കുറേ സാധാരണ ആരും പറയാറില്ല. ബട്ട് ചില കൂതറകളുണ്ടല്ലോ. ഇത് നോക്കിക്ക്, നമ്മുടെ നാട്ടിലുള്ള അതിൻ്റെ പേരെന്നാ സാധനത്തിൻ്റെ, നമ്മുടെ നാട്ടിലുള്ള മരമില്ലേ അതിൻ്റെ പേരെന്നാ, കണിക്കൊന്ന. അത് കണിക്കൊന്നയുടെ പോലെയുള്ളൊരു പൊളി സാധനമാണ് കേട്ടോ. അത് കണിക്കൊന്നയുടെ അതേപോലെ പൊളിയായിട്ടുണ്ട്. ഇതാണ് ടൗൺ സെൻറ്റർ ആക്ച്വലി. സോ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ സ്റ്റേഷനാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പക്ഷേ എൻ്റെ കയ്യിൽ ബാറ്ററി കുറവല്ല. നമ്മൾ സിറ്റിയിൽ പോയായിരുന്നു. സിറ്റിയിൽ പോയിട്ട് അവിടെ നിന്നുള്ള കാര്യങ്ങൾ കാണാമായിരുന്നു. ഇപ്പോൾ മലഹൈഡ് ബീച്ച് പോക്ക് അത്ര സുഖമായില്ല, വെറുതെ ആയിപ്പോയി. സോ ഒത്തിരി കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് ഞാൻ മലഹൈഡ് ബീച്ചിൽ നിന്ന് ഇപ്പം സിറ്റി ട്രെയിൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ സിറ്റിയിലേക്ക് പോകണോ വേണ്ടേ എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും സിറ്റിയിലേക്ക് പോകാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറേ നല്ല നല്ല കാര്യങ്ങൾ കാണിച്ചു തരാം. സോ ട്രെയിനിൽ ഇപ്പോൾ ജസ്റ്റ് കയറിയതുള്ളൂ. ആൾക്കാരെ കുറവായിട്ടുണ്ട്. ആക്ച്വലി ബ്രേക്ക് പോകുന്ന ട്രെയിനാണ്. ഓക്കെ, സോ ഡെസ്റ്റിനേഷൻ ബ്രേ ആണ്. ബ്രേസ് നല്ലൊരു പ്ലേസ് ആണെന്ന് കേട്ടിട്ടുണ്ട്. സോ ലെറ്റ് മീ ഗോ ടു ബ്രേ തന്നെ. നമ്മൾ വണ്ടിയിൽ കയറുമ്പോഴാണ് തീരുമാനിക്കുന്നത് എങ്ങോട്ടാണ് പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ എന്തായാലും പോകാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവിടുത്തെ കുറേ കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ.